കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 3 യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ. അപ്പം ഇവിടെ ഒരു ചിത്രം കാണാൻ നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ കേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് നോക്കാം. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. അതായത് നിങ്ങൾ ഈ ലോകമാകുന്ന ഉത്സവത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അതുമൂലം നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ലെറ്റ്സ് സിംഗ് എ സോങ്. ഇവിടെ ഒരു ബർത്ത്ഡേ സോങ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് പാടി നോക്കാം. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇവിടെ ഡിയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പേര് ചേർക്കാം. ഞാനിവിടെ അലീന എന്നൊരു പേര് ചേർക്കാൻ പോവാണ്. നമുക്ക് പാടി നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അലീന, ഹാപ്പി ബർത്ത്ഡേ ടു യു. From good friends and true friends, from old friends and new friends, may good luck go with you and happiness too. The Sea Palace, അതായത് കടലിന്റെ അടിയിലെ ഒരു കൊട്ടാരം. ഇതാ നിങ്ങൾക്ക് ഇവിടെ കൊട്ടാരത്തിന്റെ ചിത്രം കാണാലോ. നല്ല വളരെ ഭംഗിയുള്ള ഒരു കൊട്ടാരമാണ് ഇതല്ലേ. പിന്നെ ഇവിടെ ഗോൾഡ് ഫിഷ് ഉണ്ട്, സ്റ്റാർ ഫിഷ്, ഡോൾഫിൻ ഉണ്ട്, പിന്നെ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് വായിച്ചു നോക്കാം എന്താണ് ഈ സംഭവം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. അങ്ങനെ ഒരു ഗോൾഡ് ഫിഷ് ഈ കടലിലൂടെ ഇങ്ങനെ നീന്തി പോവുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പം അവൻ എന്താ കാണുന്നത്? അവന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഒരേ ഡയറക്ഷൻ, അത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ, ഒരേ ദിശയിലേക്ക് ഇങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. സ്റ്റാർ ഫിഷ് അങ്ങനെ ഈ തിരമാലകളിലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടേഴ്സ്. ആ നീല നിറത്തിലുള്ള വെള്ളത്തിൽ ഈ ജെല്ലി ഫിഷ് അങ്ങനെ തിളങ്ങുകയാണ്. ഇതാ അവിടെ കാണാം നിങ്ങൾക്ക് ജെല്ലി ഫിഷ് അങ്ങനെ തിളങ്ങുന്നു. ഡോൾഫിൻസ് ആർ ഡാൻസിങ്. അപ്പൊ ഡോൾഫിൻസ് വർ ഡാൻസിങ് എന്നാ പറയുന്നത്. അപ്പൊ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ ഈ മീൻ ഡാൻസ് ചെയ്ത് ചാടി തുള്ളി കളിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർ ആർ ദേ ഗോയിങ് ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഇവരൊക്കെ എവിടേക്കായിരിക്കും പോകുന്നത് എന്ന് ഈ ഗോൾഡ് ഫിഷ് ചിന്തിച്ചു. ഹി ഫോളോഡ് ദം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവരെ കൂടെ അങ്ങോട്ട് കൂടി. പിന്നെന്താ പറയുന്നത്? ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അപ്പൊ ഇവരെല്ലാം വളരെ കടലിന്റെ ആഴത്തിലേക്കാണ് പോയത്. അങ്ങനെ പോയിട്ട് വളരെ ആഴത്തിൽ എന്താ കണ്ടത്? എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഗ്ലാസ് സ്ഫടികം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വളരെ മനോഹരമായ ഒരു കൊട്ടാരം. അതാണ് അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? വളരെ മനോഹരമായ ഒരു കൊട്ടാരമാണത്. ഓക്കെ, ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ജെംസ് എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള കല്ലുകൾ, അതായത് രത്നക്കല്ലുകൾ, ഡയമണ്ട്, റൂബി, അങ്ങനെയൊക്കെയുള്ള വളരെ വിലപിടിപ്പുള്ള കല്ലുകളും പിന്നെ പേൾസ്, അതായത് പവിഴം, മുത്തുകൾ, ഇതുകൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ഒരു കൊട്ടാരമായിരുന്നത്. ദ ഡോർസ് ഓഫ് ദ പാലസ് വെർ വൈഡ് ഓപ്പൺ. ഈ കൊട്ടാരത്തിന്റെ വാതിലുകൾ ഫുള്ള് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അടുത്ത സബ് ഹെഡിങ് ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക. ഓക്കെ, പകുതി മനുഷ്യനും പകുതി മീനും ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. നമുക്ക് നോക്കാം. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. അങ്ങനെ വളരെ സുന്ദരിയായ ഒരു മത്സ്യകന്യക ആ ഡോറിന്റെ അടുത്ത് വന്നു. ആ കൊട്ടാരത്തിന്റെ ഡോറിന്റെ അടുത്ത് വന്നു. ഇവരെല്ലാം അവിടെ എത്തിയല്ലോ. അപ്പൊ ആ ഡോറിന്റെ അടുത്ത് ഒരു മത്സ്യകന്യക വന്നു. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. അങ്ങനെ ഗോൾഡ് ഫിഷ് പറഞ്ഞു, ഓ എന്തൊരു ഭംഗിയാണ് ആ മത്സ്യകന്യകനെ കാണാന് അല്ലേ? അങ്ങനെ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബോട്ട് യു സം ഗിഫ്റ്റ്സ്, ഓൾ ഓഫ് ദം സെറ്റ് ടുഗദർ. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് എന്താ പറഞ്ഞത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസ് ജൂലിയ, ഞങ്ങൾ എല്ലാവരും നിനക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് സമ്മാനങ്ങൾ? ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. അതായത് നല്ല തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന ലൈറ്റ്സ് ആണ് ജെല്ലി ഫിഷ് കൊണ്ടുവന്നത്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽസ് ആണ് തിമിംഗലങ്ങൾ. തിമിംഗലങ്ങൾ എന്താ കൊണ്ടുവന്നത്? നല്ല വളകൾ, കുലുക്കുന്ന വളകൾ, കുലുങ്ങുമ്പോൾ ഇങ്ങനെ ജിംഗ്ലിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഇങ്ങനെ ഒച്ച കേൾക്കാം, മണി ശബ്ദങ്ങൾ, അതുപോലത്തെ വളകളാണ് കൊണ്ടുവന്നത്.
ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രേഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് ആണെങ്കിലോ നല്ല സ്മെല്ലുള്ള, നല്ല വാസനയുള്ള പൂക്കളാണ് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ എന്താ സംഭവിച്ചത്? അടുത്ത് ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കൊണ്ടുവന്ന ഗിഫ്റ്റിനൊക്കെ വളരെ നന്ദിയുണ്ട്, വരൂ നമുക്ക് നമ്മളുടെ പാർട്ടി ആരംഭിക്കാം. There was a big cake on a table in the hall. The party began. അങ്ങനെ ആ സെൻട്രൽ ഹാളിൽ ടേബിളിന്റെ മേലെ വലിയൊരു കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ആരംഭിച്ചു. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ, എല്ലാ മീനുകളും അങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. അതിലൊരു മീനിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അടുത്ത സബ് ഹെഡിങ് ദ ബർത്ത്ഡേ പാർട്ടി. ഓക്കെ, പ്രിൻസസ് ജൂലിയ went to the table and cut the cake. അങ്ങനെ പ്രിൻസസ് ജൂലിയ ആ ടേബിളിന്റെ അടുത്തേക്ക് പോയി അവിടെ വെച്ച് ആ കേക്കൊക്കെ കട്ട് ചെയ്തു. ഷീ ലുക്ഡ് ക്യൂട്ട് ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അങ്ങനെ ഒരു കിരീടം വെച്ചിട്ടുണ്ട് ഈ മത്സ്യകന്യക. പ്രിൻസസ് ജൂലിയ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ നല്ല രത്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് കാണാൻ ഇവള് നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് മത്സ്യകന്യക. എന്ത് രസമാണ് കാണാൻ അല്ലേ? പകുതി മനുഷ്യൻ പകുതി മീനൊക്കെ ആയിട്ട് കിരീടമൊക്കെ വെച്ച് വളരെ ഭംഗിയുള്ള ഒരു മെർമെയ്ഡാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ നോക്കാം. All clapped and sang happy birthday to you princess Julia. എല്ലാവരും കൈയടിച്ച് പാടി. എന്നിട്ട് പ്രിൻസസ് ജൂലിയനെ ബർത്ത്ഡേ വിഷ് ചെയ്തു. Everyone presented their gifts to Julia. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ജൂലിയക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ജൂലിയ എന്ത് പറഞ്ഞു? I am so grateful to you all. ഞാൻ നിങ്ങൾ എല്ലാവരോടും വളരെ നന്ദിയുള്ളവളാണ്. Let's dance and have fun, said the princess smiling. അങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ പ്രിൻസസ് എന്ത് പറഞ്ഞു? നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഡാൻസ് കളിച്ചിട്ട് വളരെ സന്തോഷിക്കാം. അങ്ങനെ ദ മ്യൂസിക് ബിഗാൻ, ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അങ്ങനെ മ്യൂസിക് ആരംഭിച്ചു, അവരെല്ലാം ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. ഓക്കെ, ഇവിടെ ഇതാ ഒരു മീന് കൊണ്ടു കൊടുക്കുകയാണ്, ഗിഫ്റ്റ് കൊടുക്കുകയാണ് മത്സ്യകന്യകൾക്ക്. കണ്ടില്ലേ? ഓക്കെ, വളരെ നന്നായിട്ടുണ്ടല്ലേ ചിത്രം? ഓക്കെ, അടുത്ത പാരഗ്രാഫ് ദ ഫീസ്റ്റ്, അതായത് വിരുന്ന്. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്, ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. ഇനി നമുക്ക് സദ്യ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ രാജ്ഞി എല്ലാവരെയും വിളിച്ചു. ഓക്കെ, എല്ലാവരെയും സൽക്കരിച്ചു. എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. ഓക്കെ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് വളരെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലിഷ്യസ്. ഓ, എന്തൊരു സ്വാദ്, എന്തൊരു രുചി. എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. ഒരു സ്റ്റാർ ഫിഷ് ആണെങ്കിൽ ആ പ്ലേറ്റ് നക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ഈ ഷാർക്ക് എന്ന് പറഞ്ഞ മീൻ എന്ത് ചെയ്തു? എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരു വലിയ കഷ്ണം അങ്ങോട്ട് വിഴുങ്ങി. ഗൾപ്ഡ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിംഗ്. എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. അങ്ങനെ ജെല്ലി ഫിഷ് എന്ത് പറഞ്ഞു? ഈ ജ്യൂസ് ആണെങ്കിൽ വളരെ ഉന്മേഷം തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന തുള്ളി വരെ വലിച്ചു കുടിച്ചു. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്നാണ് ഡോൾഫിൻ അങ്ങനെ ഒരു ഉച്ചത്തിൽ വിസിലടിക്കുന്നത്. ഒരു പ്രത്യേക സൗണ്ടാണ് ഡോൾഫിന്. അങ്ങനെ ഉച്ചത്തിൽ വിസിലടിച്ചു. ഇത് കേട്ടിട്ട് ഷാർക്ക് ചോദിക്കുകയാണ്, വാട്ട്സ് ഹാപ്പനിങ്? എന്താണ് സംഭവിക്കുന്നത് എന്ന് ഷാർക്ക് ചോദിച്ചു. അടുത്ത സബ്ഹെഡിങ് എ ത്രെറ്റ്, അതായത് ഒരു ഭീഷണി. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. അങ്ങനെ ഡോൾഫിൻ വിളിച്ചു പറഞ്ഞ എന്താണ്? മനുഷ്യരൊക്കെ ഇതാ വീണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് തട്ടാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡംപ് എന്ന് പറഞ്ഞാൽ കൊണ്ടേ കൊട്ടുക. ഓൾ ബിക്കെയിം ആംഗ്രി. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അങ്ങ് ദേഷ്യം പിടിച്ചു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അങ്ങനെ നമ്മളുടെ കുറേ സുഹൃത്തുക്കൾ മരിച്ചത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് തിന്നിട്ടാണ്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. അങ്ങനെ ഷാർക്കിന് ദേഷ്യം പിടിച്ചിട്ട് പല്ല് കടിച്ചു. വി ഷുഡ് സ്റ്റോപ്പ് ദം, ദേ സെറ്റ് ടുഗദർ. അവരെല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, നമ്മൾക്ക് ഇത് തടയണം. ഡോണ്ട് വറി ഫ്രണ്ട്സ്, സെറ്റ് ദ ബ്ലൂ വെയിൽ. അങ്ങനെ ബ്ലൂ വെയിൽ പറഞ്ഞു, അതായത് തിമിംഗലം പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സുഹൃത്തുക്കളെ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്, ഐ വിൽ ഡ്രൈവ് ദം എവേ. അങ്ങനെ ഞാനാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ജീവി, ആനിമൽ, മൃഗം. ഞാൻ അവരെ ഓടിച്ചു വിടാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. അങ്ങനെ ബ്ലൂ വെയിൽ ഇത് പറഞ്ഞുകൊണ്ട്, തിമിംഗൽ ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നീന്തിപ്പോയി. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. ഷാർക്ക് അവളുടെ കൂടെ ചെന്നു. കണ്ടോ, നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, നമ്മളിപ്പോൾ വായിച്ചതുപോലെ ആൾക്കാർ തോണിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടേ കടലിലേക്ക് തട്ടാൻ വന്നിരിക്കുകയാണ്. ഫൊഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ഓക്കെ. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. അങ്ങനെ
ആ തിമിംഗലവും ആ ഷാർക്കും ആ ബോട്ടിനടുത്തേക്ക് എത്തി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അങ്ങനെ ഷാർക്ക് എന്ത് ചെയ്ത് അവന്റെ വാല് വെച്ച് ആ ബോട്ടിന് ഒരു അടി കൊടുത്തു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രെമ്പിൾഡ് വിത്ത് ഫിയർ. ആ അടി കിട്ടിയപ്പോൾ ആ ബോട്ടിലെ ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ട്രെമ്പിൾഡ് വിത്ത് ഫിയർ എന്നെ പേടിച്ച് വിറയ്ക്കുക. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അങ്ങനെ ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് ഉറക്കെ സഹായത്തിനായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദേർ. അപ്പോഴേക്കും ഈ മത്സ്യകന്യകയും ബാക്കിയുള്ള മീനുകളൊക്കെ അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. ഇവരെ ഞാൻ ഞെരിച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഞണ്ട് അവളുടെ ആ 2 ക്ലോസ് ഇറുക്കാൻ കാലുകൾ അങ്ങോട്ട് തുറന്നു. പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ദ മെൻ ബെഗ്ഡ്. അപ്പോൾ ഈ മനുഷ്യരെന്ത് ചെയ്തു? കെഞ്ചി യാചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദയവ് ചെയ്തിട്ട് ഒന്നും ചെയ്യരുത്, ഇനി മേലാൽ ഞങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കടലിൽ കൊണ്ട് തട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. യു ആർ പൊല്യൂട്ടിംഗ് അവർ സീ. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. അങ്ങനെ ഈ പ്രിൻസസ് ജൂലിയ, അതായത് മത്സ്യകന്യക ജൂലിയ, ഇവർക്കൊരു മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ഞങ്ങളുടെ കടലിനെ മലിനമാക്കുകയാണ്. പൊള്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മലിനമാക്കുക. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ വേസ്റ്റ് ഒന്നും കൊണ്ടേ ഇടാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് ആൻഡ് ലെറ്റ് ദം ഗോ, അവരെ വിട്ടയച്ചു. റേസ് ഓഫ് സൺ ബ്രൈറ്റൻ ദ വേവ്സ്. അങ്ങനെ തിരമാലകളൊക്കെ നല്ല സൂര്യപ്രകാശത്തിൽ തിളങ്ങാൻ തുടങ്ങി. കാരണം കടലൊക്കെ നല്ല വൃത്തിയായി, പിന്നെ ആരും വേസ്റ്റ് കൊണ്ട് തട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വായിച്ചില്ലേ? ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം ഈ പാഠത്തിൻ്റെ മോറൽ എന്താണ്? ഈ ഗുണപാഠം എന്താണ്? നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതൊന്നും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയി വലിച്ചെറിയരുത്. അതായത് വെള്ളത്തിലോ മറ്റു മൈതാനത്തോ തുറന്ന സ്ഥലത്തോ ഒന്നും കൊണ്ടുപോയി വലിച്ചെറിയാൻ പാടില്ല. കാരണം അവിടെ ജീവിക്കുന്ന മറ്റനേകം ജീവികളുണ്ട്. അവരുടെ ജീവിതമൊക്കെ പ്രയാസത്തിലാവും നമ്മൾ ഈ കൊണ്ടുപോയി ഇടുന്ന വേസ്റ്റ് കൊണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു ഉപാധികളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അത് ചെയ്യണം, അത് പാലിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, ഫെസ്റ്റീവ് ഫൺ എന്ന ഈ പാഠത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തണം.